ഹലോ ഫ്രണ്ട്സ്, ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ അമരപ്പയറല്ലേ? കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ പോയപ്പോൾ കിട്ടിയതാണ്. ഇത് എവിടുന്നോ പറിച്ചുകൊണ്ട് വന്നാണേ. ഫ്ലൈറ്റ് കയറി വന്നൊന്നുമല്ല, ഈ നാട്ടുകാരൻ തന്നെയാണ്. നമ്മൾ ബീൻസൊക്കെ വൃത്തിയാക്കുന്നത് പോലെ അതിൻ്റെ രണ്ട് സൈഡിൽ നാരുകളൊക്കെ ഇങ്ങനെ എടുത്ത് കളഞ്ഞ് അതൊന്ന് വൃത്തിയാക്കി എടുക്കാമേ. എന്നിട്ട് നമുക്കിതൊന്ന് കഴുകി കൊണ്ടുവന്നു. ഇനി നമുക്കൊന്ന് അരിയണം. പക്ഷേ ബീൻസ് ആയാലും പയറായാലും പിന്നെ അച്ചിങ്ങപ്പയറായാലും അതിനകത്ത് കുറച്ച് മണികളുള്ളതാണ് എനിക്ക്. പയറുമണിയില്ലേ, അതുള്ളതാണ് എനിക്കും ഇവിടെ പിള്ളേർക്കൊക്കെ ഇഷ്ടം. അപ്പം അതിനകത്ത് നിന്ന് മണി എടുക്കാൻ പറ്റുന്ന ഇങ്ങനത്തെ മൂത്തതുണ്ടല്ലോ, കുറച്ച് വണ്ണമൊക്കെ ഉള്ളത്, അതെടുത്തിട്ട് അതിനകത്ത് നിന്ന് ഇങ്ങനെ പൊളിച്ച് അതിൻ്റെ ആ പയറുമണി കുറച്ച് എടുത്ത് മാറ്റി രണ്ടുമൂന്നെണ്ണത്തിൽ എന്നിട്ട് നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. എന്ത് പച്ചക്കറി ആയാലും തോരൻ വയ്ക്കുമ്പം മാക്സിമം നൈസായിട്ട് അരിയുക. അതായത് ചോറിൽ ഇങ്ങനെ മിക്സ് ചെയ്തിൻ്റെ ഉരുട്ടിയെടുക്കുമ്പം തോരൻ ഏതാ കറി ഏതാണെന്ന് അറിയാത്തൊരവസ്ഥ. അതുപോലെ വേണം എടുക്കാൻ. അല്ലെങ്കിൽ ഇവിടുത്തെ പിള്ളേർ എന്തെന്ന് വെച്ചാൽ അതിന്നിങ്ങനെ നുള്ളി മാറ്റി വയ്ക്കും. മാക്സിമം ചെറുതായിട്ട് അരിയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയ്യിൽ വെച്ച് അരിയുന്നതാണ് എളുപ്പം. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. അതിൻ്റെ കൂടെ ഇരിക്കുന്ന ഒരു സവാളയും 3 പച്ചമുളകും ഒരല്ലി വെളുത്തുള്ളിയും കൂടി ഞാൻ അതിൻ്റെ കൂടെ കുനുകുനാന്നരിഞ്ഞ് ചേർക്കുന്നുണ്ട്. കുറച്ച് സമയം എടുത്തു ഇത്രയൊന്ന് അരിഞ്ഞെടുക്കാൻ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടുപ്പത്തേക്ക് കയറ്റാം. സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് ഒരു പാനോ ചീനച്ചട്ടിയോ എന്തെങ്കിലും വെക്കുക. എണ്ണ ചൂടായി വരുമ്പം കടുകിട്ട് പൊട്ടിക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച ഐറ്റംസ് എല്ലാം കൂടി അതിലേക്ക് ഇടുക. ഒരു 2 പിടി തേങ്ങയും മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ആ തേങ്ങയുടെ നിറം ഒന്ന് മാറാൻ വേണ്ടി. ഇത്ര മതി. ഉപ്പ് ഇപ്പം ഇടുന്നില്ല, ഒന്ന് ആവി കയറിക്കോട്ടെ. എന്നിട്ട് നമുക്ക് ഉപ്പിടാം. ചിലപ്പോൾ ഇത് ആവി കയറിയിട്ട് ഇങ്ങനെ എന്താ പറയുക, ക്വാണ്ടിറ്റി കുറഞ്ഞു പോലെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് മിക്കപ്പോഴും സംഭവിക്കാറുണ്ട്, ഉപ്പ് കൂടുതലായിരിക്കും ലാസ്റ്റ് നോക്കുമ്പം. അപ്പോൾ ഞാൻ തോരനൊക്കെ ഞാൻ ഇച്ചിരി വെച്ചേ ഉപ്പിടാറുള്ളൂ. ഒന്ന് ആവി കയറി ഒന്ന് ഒതുങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് ഉപ്പും എല്ലായിടത്തും ഒന്ന് എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെച്ച് വേവിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അമരപ്പയർ തോരൻ റെഡിയാണ്. പിള്ളേർക്കൊക്കെ സൂപ്പർ സാധനമാണ്. എപ്പോഴും ഒന്നും ഇവിടെ കിട്ടാറില്ല. അപ്പോൾ കിട്ടിയപ്പം കൈയോടെ ഇങ്ങ് മേടിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.